ആഫ്രിക്കൻ ഒച്ചിന്റെ ഭീഷണിയിലാണ് മലപ്പുറം നഗരസഭ. താമരക്കുഴി, കാളമ്പാടി തുടങ്ങിയ മേഖലകളിൽ ആഫ്രിക്കൻ ഒച്ചുകൾ ജനജീവിതത്തിന് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. ആരോഗ്യവകുപ്പിന്റെയും കൃഷി വകുപ്പിന്റെയും ഉദ്യോഗസ്ഥർ പ്രദേശത്ത് പ്രത്യേക യോഗം ചേർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾ മലപ്പുറം നഗരസഭയുടെ 14-ാം വാർഡിലാണ് നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രതിസന്ധി നേരിടുന്ന പ്രശ്നം ആഫ്രിക്കൻ ഒച്ചുകളുടെ സാന്നിധ്യമാണ്. 2-3 വർഷം മുൻപ് വെള്ളപ്പൊക്കത്തിൽ ഈ ഒരു പ്രദേശത്ത് എത്തിപ്പെട്ടതാണെന്നാണ് കരുതുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി എന്ന് വെച്ചാൽ മഴക്കാലമായി കഴിഞ്ഞാൽ ഈ ഭീമാകാരനായ ഒച്ചുകൾ പ്രദേശം മുഴുവൻ നിറയുന്നൊരവസ്ഥ, കൃഷി വിളകളൊക്കെ നശിപ്പിക്കുന്ന അവസ്ഥ, സിമൻറ്റ് വരെ തീർക്കുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. എന്താണെങ്കിലും നഗരസഭയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇതിന് ഒരു ദ്രുതകാലത്തിൽ പരിഹാരമുണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. നമ്മളിപ്പം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും മെമ്പറും ഒക്കെ ചേരുന്നുണ്ട്. എന്തൊക്കെയാണ് ഇതുകൊണ്ടുള്ളൊരു പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകളോട് അനുഭവപ്പെടുന്നത്? കൃഷി നശിപ്പിക്കുക, പിന്നെ ഭയങ്കരമായി വീടുകളിലൊക്കെ ചുമരങ്ങളൊക്കെ നിറഞ്ഞിട്ട് ആ ഒരു അവസ്ഥ കാണുമ്പോൾ തന്നെ ഒരു ഇതാണ്. കൂട്ടം ഈ മഴ പെയ്യുമ്പോഴാണ് കൂടുതൽ വരുന്നുണ്ട്. ഇത് വെയിൽ വന്നാൽ ഈ ഒച്ചുകൾ പോകുന്ന സ്ഥലം കാണില്ല, അപ്പോൾ ഒന്നും ഉണ്ടാവില്ല. മഴ വന്നാൽ വീണ്ടും ഇത് പെരുകി ഇതാകണം. അപ്പോൾ അതിനുള്ള നടപടി നഗരസഭയുടെ ഭാഗത്തുനിന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ശക്തമായ നടപടിക്ക് പോവുകയാണ്. അപ്പോൾ ഈ വാർഡും നല്ല 15-ാം വാർഡ്, 16-ാം വാർഡ് ആ പ്രദേശങ്ങളിലും MSPൻ്റെ കളക്ടർ ബംഗ്ലാവിൻ്റെ ഏരിയകൾ ഫുള്ള് ഒച്ചുപ്പിൻ്റെ ഒരു ഇതാണ്. ഇത് കഴിഞ്ഞ വർഷം ഇതുണ്ടായിരുന്നു, ഇന്ന് എത്ര കൂടുതലായിട്ട് ഇത്ര ഇല്ലായിരുന്നു, ഇപ്പോൾ കൂടിയിട്ടാണ് ഈ ഒച്ചിൻ്റെ ഇത്. എന്താണ് നഗരസഭയുടെ ഭാഗത്ത് ഇതിനെ പരിഹാരമായിട്ട് ഇപ്പോൾ എടുക്കുന്ന നടപടികൾ? പരിഹാരമായിട്ട് തുരിശ്, ഉപ്പ് എന്നിവ വീടുകളിൽ വിതരണം ചെയ്തുകൊണ്ട് ഇതിനെ നശിപ്പിക്കുക എന്നാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നീട് അവർക്ക് കൃഷിഭവൻ്റെ ഭാഗത്തു നിന്ന് ഒരു ക്ലാസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ നശിപ്പിക്കുന്ന ഇത് മുന്നോട്ട് പോകുന്നത്. എങ്ങനെയുണ്ട് നടപടികൾ? പ്രൊസീജിയേഴ്സ് പറഞ്ഞാൽ അവർ പറയുന്നത് നമ്മളെ ക്യാബേജിൻ്റെ തൊലി, പപ്പായയുടെ ലീഫ് അതെല്ലാം പുളിപ്പിച്ചുകൊണ്ട് അതിൻ്റെ സ്മെല്ല് കിട്ടുന്ന മുറക്ക് അതിലേക്ക് ആകർഷിച്ച് വരും. തുടർന്ന് നമ്മൾ ഉപ്പ്, തുരിശ് അതിൻ്റെ മുകളിലേക്ക് ഇതാക്കുമ്പോൾ അത് ചത്ത് അത് നമ്മളെ ഇത് വളമയാണ് എന്ന് പറഞ്ഞു തെങ്ങുകൾക്കൊക്കെ. അപ്പോൾ അത് അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലാതിരുന്നാൽ വലിയൊരു കുഴി എടുത്തുകൊണ്ട് അതിൽ മണ്ണിട്ട് മൂടുക എന്നുള്ള ഇതാണ്. ഇവിടുത്തെ സാഹചര്യങ്ങളൊന്നും നേരിട്ട് കാണാം. നിങ്ങളൊക്കെ ഇപ്പോൾ ഈ ഒച്ച് വേട്ടയിലാണോ പ്രധാനമായിട്ടും? തീർച്ചയായിട്ടും കുറേ കാലങ്ങളായി ഞങ്ങൾ ഇതിൻ്റെ പുറകിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിന് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇത് വെയിലുണ്ടാകുന്ന സമയത്ത് ഭൂമിൻ്റെ അടിയിലേക്ക് പോവുകയും തുടർന്ന് ഒരു രാത്രിയാകുന്ന സമയത്ത് ഒരു 6 മണിക്ക് ശേഷം അത് പുറത്തേക്ക് വരിക, അങ്ങനത്തെ കാര്യങ്ങളാണ്. ഇത് സഞ്ചാര സമയം അതാണ്. ആ സമയത്ത് മാക്സിമം ഇതിനെ കളക്ട് ചെയ്തുകൊണ്ട് ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ തുരിശ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിർവീര്യമാക്കുക എന്നുള്ളതാണ് ഒരു പ്രാഥമികമായിട്ട് ഇപ്പോൾ നമ്മളെല്ലാവരും പഠിച്ചത്. അപ്പോൾ അതാണ് ഇപ്പോൾ നിങ്ങൾ പ്രയോഗിക്കാൻ പോകുന്നത്. എവിടെ നോക്കിയാലും ഒച്ചുകളെ കാണുന്നൊരവസ്ഥയാണ്. നമുക്കിതാ ഇവിടെ ഇതൊരു കല്ലിൻ്റെ നോക്കൂ, എത്ര വലിയതാണ് ഈ ഒച്ച നോക്കൂ. ഇത് സിമന്റ് വരെ തിന്നുന്നാണ് പറയുന്നത് അല്ലേ? അതിൻ്റെ ഷെല്ല് വളരാൻ വേണ്ടിയിട്ട് ഏറ്റവും ഉപയോഗപ്പെട്ട കാര്യമാണ് അതിൻ്റെ ഈ സിമെൻറ്റ്, അതേപോലെ നമ്മളുടെ പെയിൻറ്റ്, ഈ സംഭവങ്ങൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് മാക്സിമം അങ്ങനത്തെ സ്ഥലങ്ങളിലുണ്ട്. അത് തെങ്ങിൻ്റെ മുകളിലേക്ക് കയറി പോകുന്നു. തെങ്ങിൻ്റെ മുകളിൽ ഉണ്ട്, മരത്തിൻ്റെ മുകളിലൊക്കെ ഉണ്ട്, ആ ഭാഗത്തൊക്കെ കാണും. അതിൻ്റെ മുകളിലൊക്കെ നിറയെ ഉണ്ട്. ഇത് നമുക്ക് മനുഷ്യനെ നേരിട്ട് എങ്ങനെയും ഭീഷണിയാവുന്നതായിട്ട്? മനുഷ്യന് ഭീഷണിയായിട്ട് നേരിട്ട് ഇപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതുവരെ, അസുഖങ്ങളൊന്നും ഭാഗമായിട്ട്. ഇതാണ് കൃഷി ഭയങ്കര നശിപ്പിക്കുന്നുണ്ട്. അതെ, കൃഷിയിടങ്ങൾ ഭയങ്കര നാശം സംഭവിക്കുന്നുണ്ട്. എല്ലായിടത്തും ഈ കാക്കയും ഇതൊക്കെ ഇതിനെ പിടിക്കൊന്നും ചെയ്യുന്നില്ല? അങ്ങനെ ഒരു ജീവികളും എടുക്കുന്നില്ല. വലിയ വലുപ്പമാണല്ലോ അതല്ലേ? ഇതാ ഇത് കവുങ്ങിൻ്റെ ആ ഇലയുടെ മുകളിൽ ഒച്ചിങ്ങനെ തൂങ്ങി നിൽക്കുന്നതിൻ്റെ ദൃശ്യമാണ്. ഇതൊക്കെ എത്ര എണ്ണം ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. നേരത്തെ ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഒരു സഞ്ചിയിൽ ഒരു വലിയ കവറിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. ഇത് കുറച്ച് ഇതാണോ? ഇത് ഉള്ളിൽ ജീവനുള്ളതാണോ ഇതൊക്കെ? എങ്ങനെയാ ഉപ്പിട്ടിട്ട് നശിപ്പിക്കുകയാണല്ലോ ചെയ്യുക? എങ്ങനെയാ വീടുകളിൽ നിന്നും കളക്ട് ചെയ്യും നമ്മൾ ഒരുമിച്ച്, എന്നിട്ട് ഒരു കവറിലാക്കിയിട്ട് അതിന്റെ പുറത്തേക്ക് ഉപ്പിട്ടിട്ട് അങ്ങനെ നശിപ്പിക്കുക. സാധാരണ പ്രതിസന്ധിയാണ് മലപ്പുറത്ത് നഗരസഭയിൽ. ആഫ്രിക്കൻ ഒച്ചുകളെ ഒഴിവാക്കാൻ വലിയ ദൗത്യമാണ് നടക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.